KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SSF 23ാമത് സംസ്ഥാന സാഹിത്യോത്സവിന് നാളെ തുടക്കം. 2500ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. സഞ്ചാരികളുടെ പർദീസയായ നീലഗിരി ഒരുങ്ങിക്കഴിഞ്ഞു. കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രാസ്ഥാനിക സംഗമങ്ങൾക്ക് ഈ മാസം 21-ന് തുടക്കം. വിഷൻ 2020ന്റെ ഭാഗമായാണ് സംഗമങ്ങൾ. സൗമ്യ വധക്കേസിലെ സുപ്രീംകോടതി വിധിയെ വിമർശിച്ച് സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു നിയമോപദേശം നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം. തിരുത്തൽ ഹർജി നൽകുന്നത് പരിഗണനയിലെന്ന് AG. വധശിക്ഷ വേണ്ടെന്ന് VS-ഉം MA ബേബിയും. 100 വട്ടം വധശിക്ഷ നൽകണമെന്ന് AK ബാലൻ. അരുണാചൽ പ്രദേശിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. മുഖ്യമന്ത്രി പേമ ഖണ്ഡു അടക്കം 43 കോൺഗ്രസ് MLA-മാർ NDA ഘടകകക്ഷിയായ പീപ്പിൾസ് പാർട്ടിയിൽ ചേർന്നു. തിരുവനന്തപുരത്ത് വീണ്ടും ATM തട്ടിപ്പ്. ചെമ്പഴന്തി സ്വദേശിയുടെ 49,000 രൂപയും പ്രവാസി മലയാളിയുടെ 52,000 രൂപയും നഷ്ടപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. സൗമ്യ വധക്കേസ് വിധിയെ വിമർശിച്ച് സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. കൊലക്കുറ്റം ഒഴിവാക്കാനായി സുപ്രീംകോടതി പറഞ്ഞ ന്യായം വസ്തുതാപരമായി തെറ്റാണെന്ന് കട്ജു വ്യക്തമാക്കി. കോടതി ഇക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തണമെന്നും ഫേസ്ബുക്ക് പേജിലൂടെ കട്ജു ആവശ്യപ്പെട്ടു. സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയതിനെതിരെ കടുത്ത വിമർശനമാണ് മാർക്കണ്ഡേയ കട്ജു ഉന്നയിച്ചത്. IPC 302 പ്രകാരം വധശിക്ഷയ്ക്ക് പര്യാപ്തമായ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് കോടതി നിരീക്ഷണം. എന്നാൽ 4-5 തവണ ഗോവിന്ദചാമി സൗമ്യയുടെ തല കമ്പാർട്ട്മെന്റിൽ ഇടിപ്പിച്ചതിന് തെളിവുണ്ടെന്നും നിരീക്ഷണമുണ്ട്. അതിനാൽ കൊല്ലണമെന്ന ഉദ്ദേശ്യത്തോടെ അല്ലെങ്കിലും മരണത്തിന് കാരണമാകുന്ന മുറിവേൽപ്പിക്കുകയാണെങ്കിൽ അത് IPC 300 പ്രകാരം കൊലക്കുറ്റമായി പരിഗണിക്കാമെന്ന് കട്ജു ചൂണ്ടിക്കാട്ടുന്നു. സൗമ്യ ട്രെയിനിൽ നിന്ന് സ്വയം ചാടിയതാണെന്ന് മധ്യവയസ്കനായ ഒരാൾ പറഞ്ഞതായുള്ള പ്രോസിക്യൂഷന്റെ 440 നമ്പർ സാക്ഷികളുടെ മൊഴിയെ സുപ്രീംകോടതി നിരീക്ഷിച്ചിട്ടുള്ളതായി വിധിയുടെ 15ാം ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കേട്ടുകേൾവി മാത്രമുള്ള സാക്ഷികളെ എങ്ങനെയാണ് സുപ്രീംകോടതി വിശ്വാസത്തിൽ എടുത്തതെന്നും കട്ജു ചോദിക്കുന്നു. രക്തം, ബീജം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളും സൗമ്യയുടെ മുടി, പ്രതിയുടെ ഉടുപ്പിന്റെ ബട്ടൺ ഉൾപ്പെടെ സാഹചര്യ തെളിവുകളും കോടതി നിരാകരിച്ചതിനെ കട്ജു വിമർശിച്ചു. വധശിക്ഷ പിൻവലിച്ചതിലൂടെ തെറ്റായ സന്ദേശമാണ് നീതിന്യായ വ്യവസ്ഥിതിക്ക് നൽകുന്നതെന്നും സുപ്രീംകോടതി വിധിയിൽ പരിശോധന നടത്തണമെന്നും കട്ജു ആവശ്യപ്പെടുന്നുണ്ട്. കട്ജുവിന്റെ നിരീക്ഷണത്തെ പിന്തുണച്ച് അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. സൗമ്യ വധക്കേസിൽ സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകാൻ തയ്യാറാണെന്ന് സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. കേസിൽ സുപ്രീംകോടതി വിധിയെ മുൻ ജസ്റ്റിസ് രൂക്ഷമായി വിമർശിച്ചു. കൊലക്കുറ്റം ഒഴിവാക്കാനായി സുപ്രീംകോടതി പറഞ്ഞ ന്യായം വസ്തുതാപരമായി തെറ്റാണ്. കേസിൽ പുനഃപരിശോധന ഹർജി ഉടൻ സമർപ്പിക്കണമെന്നും പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മാർക്കണ്ഡേയ കട്ജു ഡൽഹിയിൽ പറഞ്ഞു. If they approach me, I will certainly give legal advice. I cannot appear as a lawyer in the Supreme Court because having retired as a Supreme Court judge, I am debarred to appear before any court or tribunal in India. But I can give legal opinions. There is no bar to that. സൗമ്യ വധക്കേസ് തിരുത്തൽ ഹർജി നൽകുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ജനറൽ CP സുധാകർ പ്രസാദ്. കേസിൽ പുതിയ അഭിഭാഷകനെ നിയമിക്കുമെന്നും നിയമവിദഗ്ധരുമായി ഇക്കാര്യം ആലോചിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേസ് അന്വേഷിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. സുപ്രധാന സാക്ഷിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ലെന്നും സൗമ്യ ചാടുന്നത് കണ്ടെന്ന് പറഞ്ഞയാളുടെ മൊഴിയെടുത്തില്ലെന്നും സുധാകർ പ്രസാദ് കൊച്ചിയിൽ പറഞ്ഞു. സർക്കാർ പുനഃപരിശോധന ചെയ്യുക, ക്യൂരിറ്റി പ്രശ്നം വീട്ടിലെന്ന് കൊടുക്കണം. അതിനുള്ള നടപടികളെടുക്കും. സുപ്രീംകോടതി സീനിയർ അഡ്വക്കേറ്റോട് അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. അത് ഞാനല്ല തീരുമാനിക്കുന്നു. സുപ്രീംകോടതി സീനിയർ അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്യണം. ഇനിയിപ്പോൾ അധികം തീരുമാനിക്കുന്നത് ചെയ്യും. ഇപ്പോഴുള്ള അഭിഭാഷകനിൽ നിന്ന് കുറച്ചുകൂടി നല്ല ഒരു അഭിഭാഷകനെ തേടി പോവുകയാണ്. അതനുസരിച്ച് തീരുമാനിക്കും. പക്ഷേ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. അദ്ദേഹം നല്ല രീതിയിൽ കേസ് വായിച്ചാണ് എന്റെ അഭിപ്രായം. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യത്തിൽ CPM-നുള്ളിൽ ഭിന്നാഭിപ്രായം. ഗോവിന്ദചാമിക്ക് 100 വട്ടം വധശിക്ഷ നൽകണമെന്നാണ് ADF നിലപാടെന്നും ഇതിനുവേണ്ടിയാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്നതെന്നും നിയമമന്ത്രി AK ബാലൻ ഡൽഹിയിൽ പറഞ്ഞു. പാർട്ടി നിലപാടുകളുമായി ഇതിനെ കൂട്ടിക്കുഴക്കേണ്ടെന്നും ബാലൻ പറഞ്ഞു. എന്നാൽ വധശിക്ഷയ്ക്കെതിരായ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. ഗോവിന്ദചാമിക്കെതിരായ കൊലക്കുറ്റം തെളിയിക്കാനാണ് തിരുത്തൽ ഹർജി നൽകുന്നതെന്നും ബേബി ഡൽഹിയിൽ പറഞ്ഞു.
ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 100 വട്ടം വധശിക്ഷ കൊടുത്തു കഴിഞ്ഞാലും അധികമല്ല എന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. അതും മറ്റൊന്നുമായിട്ട് കൂട്ടി കണക്കേണ്ടതില്ല. മാക്സിമം പണിഷ്മെന്റ് എന്താണോ കൊടുക്കാൻ പറ്റുക അത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും കേരളത്തിലെ ഗവൺമെന്റിന്റെയും അഭിപ്രായം. ലോകത്തെ 85-ലധികം രാജ്യങ്ങൾ വധശിക്ഷ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലും CPIM സ്വതന്ത്രമായി CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലും ആധുനിക സമൂഹത്തിൽ സംസ്കാരരഹിതമായ ഒരു ശിക്ഷയാണ്. തിരുവനന്തപുരത്ത് വീണ്ടും ATM തട്ടിപ്പ്. കാനറ ബാങ്കിന്റെ മെഡിക്കൽ കോളേജ് ശാഖയിൽ നിന്ന് ചെമ്പഴന്തി സ്വദേശി വിനീതിന്റെ 49,000 രൂപ തട്ടിയെടുത്തു. ആക്സിസ് ബാങ്കിന്റെ പട്ടം ശാഖയിൽ നിന്നും പ്രവാസി മലയാളിയുടെ 52,000 രൂപയും നഷ്ടപ്പെട്ടതായി പരാതി ഉയർന്നിട്ടുണ്ട്. ചെമ്പഴന്തി സ്വദേശി വിനീതിന് കഴിഞ്ഞ ദിവസം രാവിലെ 11 ഇടപാടുകളിലൂടെയാണ് പണം നഷ്ടപ്പെട്ടത്. പല സ്ഥലങ്ങളിൽ നിന്നാണ് പണം പിൻവലിച്ചത്. തുടർന്ന് ബാങ്ക് അധികൃതർക്കും മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകുകയായിരുന്നു. പ്രവാസി മലയാളി അരവിന്ദിന് നഷ്ടപ്പെട്ടത് 52,000 രൂപ. ഇയാൾ ടെലിഫോണിലൂടെ പരാതി പേരൂർക്കട പോലീസിന് കൈമാറിയെങ്കിലും ഇമെയിലിലൂടെ പരാതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന POS മെഷീൻ വഴിയാണ് പണം നഷ്ടപ്പെട്ടതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്ന് ബാങ്കുകൾക്ക് അവധിയായതിനാൽ നാളെ മാത്രമേ ബാങ്കിൽ നിന്ന് തെളിവ് ശേഖരണം നടത്താൻ കഴിയുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. അരുണാചൽ പ്രദേശിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. മുഖ്യമന്ത്രി പേമ ഖണ്ഡു അടക്കം 43 കോൺഗ്രസ് MLA-മാർ NDA ഘടകകക്ഷിയായ പീപ്പിൾസ് പാർട്ടിയിൽ ചേർന്നു. രാജിവെച്ചതിന്റെ കാരണം MLA-മാർ വ്യക്തമാക്കിയിട്ടില്ല. 7 മാസത്തിനിടെ 2ാം തവണയാണ് അരുണാചൽ പ്രദേശിൽ ഭരണപ്രതിസന്ധി ഉണ്ടാവുന്നത്. 60-അംഗ നിയമസഭയിൽ 45 പേരാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. 43 പേർ രാജിവെച്ച് PPA-യിൽ ചേർന്നതോടെ മുൻ മുഖ്യമന്ത്രി നബാം തൂക്കി മാത്രമായി കോൺഗ്രസ് അംഗം. MLA-മാർ എല്ലാവരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശിൽ ചേർന്നതെന്ന് ഉപമുഖ്യമന്ത്രി ചെവ്ന മൊയ്ൻ പറഞ്ഞു. സ്പീക്കറെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ പേമ ഖണ്ഡു തന്നെ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. കോൺഗ്രസ് വിടാനുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ല. മുഖ്യമന്ത്രി നബാം തൂക്കിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് വിമത MLA-മാരെ സ്പീക്കർ അയോഗ്യരാക്കിയതിനെ തുടർന്ന് മറ്റ് MLA-മാരുടെ സഹായത്തോടെ വിമതർ കലിഗോപോലിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തിരുന്നു. തുടർന്ന് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കെത്തുകയും കോൺഗ്രസ് സർക്കാരിനെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ വിമതരുടെ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് നബാം തൂക്കിക്ക് പകരം പേമ ഖണ്ഡുവിനെ മുഖ്യമന്ത്രിയാക്കി. പ്രശ്നം തീർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 43 MLA-മാർ കോൺഗ്രസ് വിട്ടത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം കല മനുഷ്യ മനസ്സുകളിൽ മാനവികതയുടെ സമരഗീതങ്ങൾ രചിക്കുന്നു. സമകാലിക യൗവനം കലയെ അശ്ലീലമാക്കുകയും സ്വരരാഗങ്ങൾ ആഭാസ നൃത്തങ്ങൾക്ക് വഴിമാറ്റുകയും ചെയ്യുമ്പോൾ കലയും സാഹിത്യവും കുറ്റിയേറ്റുപോയി കൊണ്ടിരിക്കുകയാണ്. ചിതലരിക്കുന്ന മാപ്പിളക്കലാ സാഹിത്യങ്ങൾക്ക് ധാർമ്മിക വിപ്ലവത്തിന്റെ ശീലുകൾ പകർന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ രാജഗാഥകൾ തീർക്കാൻ ഒരു ചില്ലിത്തണലും കൈക്കുടന്നയിൽ നിലാവും കരുതി മുന്നോട്ട് ഗമിക്കുകയാണ് SSF സാഹിത്യോത്സവുകൾ. അരികുവൽക്കരിക്കപ്പെട്ടവന്റെ രോധനങ്ങൾ ആർത്തുപൊട്ടി അട്ടഹാസങ്ങളായി മാറിയിട്ടും ആകാശവിശാലമായ ആമാശയങ്ങൾ നിറച്ചാണ് ചിലന്തി പുതിയ കൂടുകൾ പണിയുന്നത്. ക്ഷുഭിത ഭാവങ്ങൾ കൊണ്ട് ഭൂതത്തിന്റെ വർത്തമാനങ്ങളോടെതിരിട്ടവർ എന്തിനു കൈപ്പൊള്ളിക്കണമെന്ന വരട്ട് ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. കൂരിരുൾ കയങ്ങളിൽ കാവ്യകഥനങ്ങളുടെ ഭാവ്യ സ്വപ്നങ്ങൾ കൊണ്ട് കുതറിക്കയറാൻ കൂടി കഴിയണം. ഇക്കിളിപ്പെടുത്തുന്ന മോഹവലയങ്ങൾക്കെതിരെ കത്തിജ്വലിക്കുന്ന സത്യവാങ്മൂലങ്ങളാവുകയാണിവിടെ SSF. നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം. നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. कदरे को मेरे ख्वाजने दरिया बना दिया. SSF 23ാമത് സംസ്ഥാന സാഹിത്യോത്സവ് നാളെയും മറ്റന്നാളും തമിഴ്നാട് നീലഗിരി ജില്ലയിലെ പാടന്തറ മർക്കസിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേരള, കർണാടക, തമിഴ്നാട്, ലക്ഷദ്വീപ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2500ഓളം മത്സരാർത്ഥികൾ മാറ്റുരക്കും.
107 ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ 11 വേദികളിലായി നടക്കും. ഇത് രണ്ടാം തവണയാണ് തമിഴകത്തിലെ മലയോര മേഖലയായ നീലഗിരിയിലെ പാടന്തറ മർക്കസ് സാഹിത്യോത്സവ വേദിയാകുന്നത്. പ്രകൃതിരമണീയമായ ഹരിതശോഭയോടെ തല ഉയർത്തി നിൽക്കുന്ന നീലഗിരിയിലേക്ക് സർഗപ്രതിഭകളെ വരവേൽക്കാൻ നീലഗിരിയുടെ പൊൻവസന്തമായ പാടന്തറ മർക്കസ് ഒരുങ്ങിക്കഴിഞ്ഞു. സഞ്ചാരികളുടെ പറുദീസയായ നീലഗിരി പച്ചപ്പരവതാനി വിരിച്ച തേയിലത്തോട്ടങ്ങൾ കൊണ്ടും സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടും രമണീയമാണ്. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ സംഗമഭൂമിയാണ് നീലഗിരി. ജില്ലാ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയവരാണ് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുന്നത്. നാളെ രാവിലെ 10-ന് പാടന്തറ മർക്കസിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടക്കുന്ന വർണ്ണാഭമായ ചടങ്ങിൽ പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ പൊന്നീലൻ കന്യാകുമാരി സാഹിത്യോത്സവിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിക്കും. സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയാകും. SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഗൂഡല്ലൂർ MLA അഡ്വക്കേറ്റ് M ദ്രാവിഡമണി, മൊയ്തീൻകുട്ടി ബാക്കവി, KP മുഹമ്മദ് ഹാജി, സീഫോർത്ത് അബ്ദുറഹ്മാൻ ദാരിമി, CKK മദനി, ഹബീബുള്ള പന്തലൂർ തുടങ്ങിയവർ സംബന്ധിക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന സമാപന പരിപാടി അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ദേവർശോല അബ്ദുസ്സലാം മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. നീലഗിരി MP ഡോക്ടർ C ഗോപാലകൃഷ്ണൻ, KR അർജുനൻ MP, ശാന്തി രാമു MLA എന്നിവർ അവാർഡുകൾ സമ്മാനിക്കും. SYS സംസ്ഥാന സെക്രട്ടറി മജീദ് കക്കാട്, NM സ്വാദിഖ് സഖാഫി പെരിന്താറ്റിരി, സ്വാദിഖ് വെളിമുക്ക്, K അബ്ദുൽ കലാം, TA അലി അക്ബർ തുടങ്ങിയവർ പ്രസംഗിക്കും. ചോനാരി ഹംസ ഹാജി, ഹസൻ ഹാജി ചേരമ്പാടി, മജീദ് ഹാജി ഉപ്പട്ടി, ഹാരിസ് സഖാഫി സേലം തുടങ്ങിയവർ സംബന്ധിക്കും. മുഹമ്മദ് അലി കിനാലൂർ സ്വാഗതവും PK ജാഫർ നന്ദിയും പറയും. കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രാസ്ഥാനിക സംഗമങ്ങൾക്ക് ഈ മാസം 21-ന് തുടക്കം. മുസ്ലിം ജമാഅത്ത് നടപ്പിൽ വരുത്തുന്ന വിഷൻ 2020ന്റെ ഭാഗമായി ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കീഴ്ഘടകങ്ങളിൽ നടപ്പിലാക്കുന്ന കർമ്മ പദ്ധതികളുടെ പ്രഥമഘട്ടമാണ് ജില്ലാ പ്രാസ്ഥാനിക സംഗമം. ജില്ലയിലെ ജമിയത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, SJM, SMA ഘടകങ്ങളുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന പ്രാസ്ഥാനിക സംഗമത്തിൽ സംസ്ഥാന നേതാക്കൾ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. ഈ മാസം 21-ന് കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം ജില്ലകളിലും 24-ന് കണ്ണൂർ, വയനാട്, നീലഗിരി, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും സംഗമങ്ങൾ നടക്കും. പ്രസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികൾ, വർദ്ധിച്ചുവരുന്ന തീവ്രവാദം, ഭീകരത എന്നിവയുടെ പശ്ചാത്തലത്തിൽ പ്രസ്ഥാനത്തിന്റെ നിലപാട് തുടങ്ങിയ കാലിക വിഷയങ്ങൾ സംഗമത്തിൽ ചർച്ച ചെയ്യും. ഇതു സംബന്ധമായി ചേർന്ന സംസ്ഥാന നേതൃസംഗമം ഡോക്ടർ MM ഹനീഫ മൗലവിയുടെ അധ്യക്ഷതയിൽ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ KMA റഹീം, N അലി അബ്ദുള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. 3 പതിറ്റാണ്ടുകാലം സമൂഹത്തിന് ആത്മീയ വെളിച്ചമേകിയ പ്രമുഖ പണ്ഡിതൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ 1ാമത് ഉറൂസ് മുബാറക്കിന് മഞ്ചേശ്വരം മദ്ഹർ ക്യാമ്പസിൽ പ്രൗഢമായ തുടക്കം. സ്വാഗത സംഘം ട്രഷറർ സയ്യിദ് അതാഉള്ള തങ്ങൾ ഉദ്യാവരം പതാക ഉയർത്തി. തങ്ങളുടെ അന്ത്യവിശ്രമ കേന്ദ്രമായ മഖാം ഷെരീഫിൽ ഖത്മുൽ ഖുർആൻ സദസ്സിന്റെ ഉദ്ഘാടനം മദ്ഹർ ജനറൽ സെക്രട്ടറി സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ സൈദി അൽ ബുഖാരി നിർവഹിച്ചു. പ്രഥമ സിയാറത്തിന് സയ്യിദ് സൈനുൽ ആബിദീൻ ജമലുല്ലൈലി കാജൂർ നേതൃത്വം നൽകി. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ ആമുഖ പ്രഭാഷണം നടത്തി. മൗലിദ് സദസ്സിന് സയ്യിദ് അബ്ദുറഹ്മാൻ ശിഹാബുദ്ദീൻ അൽ ബുഖാരി നേതൃത്വം നൽകി. ഉറൂസിന്റെ ഔപചാരിക ഉദ്ഘാടനം ജാമിയ സൈദിയ പ്രസിഡന്റ് സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ നിർവഹിച്ചു. സയ്യിദ് അതാഉള്ള തങ്ങൾ ഉദ്യാവരം അധ്യക്ഷത വഹിച്ചു. KSM തങ്ങൾ ഗാന്ധിനഗർ പ്രാർത്ഥന നടത്തി. ഹംസക്കോയ ബാക്കവി അൽ കാമിലി കടലുണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. മാംഗ്ലൂരു നോർത്ത് MLA ABA മൊയ്തീൻ ബാവ മുഖ്യാതിഥിയായിരുന്നു. സമസ്ത ഉപാധ്യക്ഷൻ M ആലിക്കുഞ്ഞു മുസ്ലിയാർ ഷിറിയ, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മാണി, അഹമ്മദ് ബാവ മുസ്ലിയാർ ഉള്ളാൾ, മുഹമ്മദ് സ്വാലിഹ് സൈദി തളിപ്പറമ്പ്, KP ഹുസൈൻ സൈദി KC റോഡ്, BS അബ്ദുള്ള കുഞ്ഞു ഫൈസി പള്ളങ്കോട്, അബ്ദുൽ ഖാദർ മദനി തുടങ്ങിയവർ സംബന്ധിച്ചു. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ആനന്ദകരമായ മദ്രസ വിദ്യാഭ്യാസം ക്യാമ്പയിനിന്റെ ഭാഗമായി SMA മേഖലാ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെയും SJM റേഞ്ച് സെക്രട്ടറിമാരുടെയും സംയുക്ത യോഗം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് 2 കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കും. മലപ്പുറം, പാലക്കാട്, തൃശൂർ, നീലഗിരി ജില്ലകളിലെ ഭാരവാഹികൾക്ക് കോട്ടക്കൽ, എടരിക്കോട്, പാറയിൽ ടവറിലും, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലുള്ളവർക്ക് കായംകുളം മജ്ലിസിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മേഖലകളിലും റേഞ്ചുകളിലും നടപ്പാക്കേണ്ട പുതിയ പദ്ധതി വിശദീകരിക്കുന്നതിനുവേണ്ടി സംഘടിപ്പിക്കുന്ന പ്രസ്തുത പരിപാടികളിൽ സംസ്ഥാന നേതാക്കളായ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ, സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം,
പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, E യാക്കൂബ് ഫൈസി തുടങ്ങിയവർ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ. SSF 23ാമത് സംസ്ഥാന സാഹിത്യോത്സവിന് നാളെ തുടക്കം. 2500ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. സഞ്ചാരികളുടെ പർദീസയായ നീലഗിരി ഒരുങ്ങിക്കഴിഞ്ഞു. കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രാസ്ഥാനിക സംഗമങ്ങൾക്ക് ഈ മാസം 21 തുടക്കം. വിഷൻ 2020ന്റെ ഭാഗമായാണ് സംഗമങ്ങൾ. അവസാനമായി പ്രധാന വാർത്തകൾ. സൗമ്യ വധക്കേസിലെ സുപ്രീംകോടതി വിധിയെ വിമർശിച്ച് സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു നിയമോപദേശം നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം. തിരുത്തൽ ഹർജി നൽകുന്നത് പരിഗണനയിലെന്ന് AG. വധശിക്ഷ വേണ്ടെന്ന് VSഉം MA ബേബിയും. 100 വട്ടം വധശിക്ഷ നൽകണമെന്ന് AK ബാലൻ. തിരുവനന്തപുരത്ത് വീണ്ടും ATM തട്ടിപ്പ്. ചെമ്പഴന്തി സ്വദേശിയുടെ 49,000 രൂപയും പ്രവാസി മലയാളിയുടെ 52,000 രൂപയും നഷ്ടപ്പെട്ടു. അരുണാചൽ പ്രദേശിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. മുഖ്യമന്ത്രി പേമ ഖണ്ഡു അടക്കം 43 കോൺഗ്രസ് MLAമാർ NDA ഘടക കക്ഷിയായ പീപ്പിൾസ് പാർട്ടിയിൽ ചേർന്നു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.